സസ്പെൻഷനോ? ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വേടനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനിടെയാണ് ഇത് കഴിഞ്ഞിട്ടില്ല. ഇതെന്തായി? അപ്പം ഇതായിട്ടില്ല, അറസ്റ്റ് ഉണ്ടായിട്ടില്ല. എന്നിട്ടാ ഇവർ ഇത്രയും കൊട്ടി ഘോഷിക്കുന്ന ഒരു അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. അതേസമയം പരാതിക്കാരി ഉടൻ മജിസ്ട്രേറ്റ് മുന്നിൽ രഹസ്യമൊഴി നൽകി. തുടരെയുള്ള ആരോപണങ്ങൾക്കും കേസുകൾക്കും ഒടുവിലാണ് റാപ്പർ വേടൻ വീണ്ടും പാവോടെ എന്തൊരു ഇതാന്ന് നോക്കിയാ. ഇവന്മാരെ അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ ഇവർ ഇട്ട് കൊട്ടി ഘോഷിക്കാൻ തുടങ്ങി. ഒരു അലിഗേഷൻ വന്ന മുതൽ തന്നെ ഇവര് കൊട്ടി ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ യുവതിയുടെ പരാതിയിൽ വേടന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രതി തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിയോ? എങ്ങനെ പ്രതിയായത് ബ്രോ? ഞാൻ കഴിഞ്ഞിട്ട് FIR ഇടാണ്ട് എങ്ങനെ പ്രതിയാവും? അതിന്റെ ചോദ്യം ഇതാണ്. ഒരു അത്യാവശ്യം ഞാൻ ഒരു കാര്യം അത്യാവശ്യം ഒരു 10-15 ആൾക്കാർക്ക് അറിയുന്ന ആളാവുമ്പോൾ അയാളുടെ പേരിൽ എന്ത് കേസ് വന്നാലും നേരെ പ്രതിയായോ? അറസ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ പ്രതിയായോ? ഇതെന്താ? അന്വേഷണം നടക്കട്ടെ. 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടങ്ങളിലായതിനാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കണം. 2021 മുതൽ 23 വരെ പീഡിപ്പിച്ചിട്ട് ഓൾ ഈ 2025 ഓൾ അറിയുന്നത് അത് പീഡനായിരുന്നു. അത്രയും സമയം ഓള് വിചാരിച്ചു വേറെന്തോ കളിയായിരുന്നു. വേറെന്തോ ഗെയിം കളിക്കായിരുന്നു ഓള് വിചാരിച്ചത്. 2025 ഓള് ഓർത്തെ അന്ന് വേടൻ അത് ബലാത്സംഗമായിരുന്നു. അത് ശരി, എന്നാ പിന്നെ പോയി കേസ് കൊടുത്തേക്കാം. എന്താ അവസ്ഥ? എന്താ നടക്കുന്നത് ഈ ലോകത്ത്? എന്താ നടക്കുന്നത്? പ്രതിയുടെ ചില സുഹൃത്തുക്കൾക്ക് പീഡന വിവരം അറിയാമെന്ന പരാതിക്കാരിയുടെ മൊഴിയും നിർണായകമാണ്. അങ്ങനെയെങ്കിൽ അവരെയും വിശദമായി ചോദ്യം ചെയ്യും. വേടൻ ഒഴിവാക്കിയ ശേഷം മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയെന്ന യുവതിയുടെ മൊഴിയിലും അന്വേഷണം ഉണ്ടാകും. വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ചില വാട്സ്ആപ്പ് ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പരാതിക്കാരി ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയേക്കും. അതിനിടെ പോലീസ് സംരക്ഷണം തേടി യുവതി ഹൈക്കോടതിയെ സമീപിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട വേടൻ യുവതിയുടെ കോഴിക്കോട്ടെ ഫ്ളാറ്റിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയതായി പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഇപ്പത്തെ മെയിൻ ട്രെൻഡ് ഇത്. ആദ്യം കൊടുപ്പ്, പിന്നെ പരാതി. ഇതാണ് ഇപ്പത്തെ മെയിൻ ട്രെൻഡാണ്. പേടിയാണ്, കാര്യം പറയല, പേടിയാണ്. ഒരു പെണ്ണിന് ഇൻസ്റ്റയിൽ റിപ്ലൈ കൊടുക്കാൻ വരെ പേടിയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നിട്ടുള്ളൊരു സാധനം വരും. കാര്യം പറയാല. ഇതെന്താ അവസ്ഥ നോക്കട്ടെ. ഇത് ആണുങ്ങൾക്ക് ഒരു ഇതില്ലാണ്ടായല്ലേ. ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ എന്താലേ കാര്യം പറയല. ഇവര് അത് എടാ മോനെ കേസ് ആവുന്നതിന് മുമ്പേ മോനവിടെ പ്രതിയായി കഴിഞ്ഞു. ഞാൻ പറയുന്നറിയോ, വേടൻ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്താ ചെയ്യേണ്ട അറിയോ? അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. മനസ്സിലായി? അന്വേഷണം നടക്കുന്നവരെ ഒളിവിൽ പോണം. കാരണം ഈ നിയമം പെണ്ണുങ്ങളെ ഇത് കേട്ട അപ്പം അതിന്റെ ഒന്നിച്ച് ചാടും ഈ മൊണ്ണകള്. കാര്യം പറയാലോ. കാര്യം അങ്ങനെ ഇക്വാലിറ്റി ഇല്ലാത്ത ബാക്കി എല്ലാത്തിനും ഇക്വാലിറ്റി ഉണ്ടല്ലോ. ഈ കാര്യത്തിൽ നമുക്ക് ഇക്വാലിറ്റി ഇല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ അല്ലേ? രണ്ടാളെ ഭാഗത്തും കേൾക്കണം അല്ലേ? പെണ്ണുങ്ങൾ പറയുമ്പോഴേക്കും അങ്ങ് ചാടി ഇതാക്കുന്ന അങ്ങനെ. ഞാൻ പറഞ്ഞ ബുദ്ധിയുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വേടൻ ഒളിവിൽ പോകണം. കാരണം ഇപ്പം ഒരു തെറ്റും വേടൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പോലീസ് ഇപ്പം പിടിച്ചു കൊണ്ടുപോയി മീഡിയന്റെ മുന്നിൽ മൊത്തം മേലിച്ച് അയച്ച് നന്നായിട്ട് പബ്ലിസിറ്റി നല്ല കയറ്റി എടുത്ത് പോലീസിന് ഉപയോഗിക്കേണ്ടതെല്ലാം ഉപയോഗിക്കും. വേണ്ട ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം കുറ്റക്കാരനല്ല എന്നിട്ട് ജാമ്യം കിട്ടും. പക്ഷെ അതൊന്നും ന്യൂസിൽ വരുമൊന്നുമില്ല. മനസ്സിലാ? ഇതാണ് ഈ നാട്ടിന്റെ അവസ്ഥ. അപ്പൊ വേടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും വൈസ് ഡിസിഷൻ ഒളിവിൽ പോവുക. എവിടെയെങ്കിലും ഒളിവിൽ പോവുക, മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുക. മനസ്സിലാ? ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതേ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ഇട്ട് മീഡിയന്റെ മുന്നിൽ ഇവർക്ക് ഇങ്ങനെ കുട്ടി കൊച്ചിക്കാനൊരു ചാൻസ് നമ്മൾ കൊടുക്കണ്ടായില്ല. നമ്മൾ കുറ്റക്കാരാന്ന് തെളിയുമ്പോൾ ഓക്കെ ശരി, മീഡിയ എടുത്ത് കടിച്ചു വലിച്ച് കീറിക്കോട്ടെ. അതിന് മുന്നേ എന്തിനു നമ്മളങ്ങനെ കൊടുക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ ബ്രോ. എൽ മീഡിയ സിസ്റ്റം. കാര്യം പറയാലോ. സ്കിപ്പ് ചെയ്ത്